അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിനാമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹം എന്ന കൂദാശയിലൂടെ അവിടുത്തെ മകനും മകളുമാകാൻ പോകുന്ന ജോബിനെയും ആ മോളെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, ഇവരെടുക്കുന്ന വ്രതങ്ങള് ജീവിതത്തിന്റെ അന്ത്യം വരെ തുടർന്നുകൊണ്ട് പോകാൻ ഈ കുഞ്ഞുമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മകനെയും മകളെയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, മാതാപിതാക്കന്മാർക്ക് ചേർന്ന് നല്ല ജീവിതം നയിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. അതിനായിട്ട് പരിശുദ്ധ അമ്മയെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ജോബിന്റെ കാരണമായിരിക്കുന്ന വിശുദ്ധനെ അവിടുന്ന് കൂടെ ആയിരിക്കണമേ, കൂട്ടായിരിക്കണമേ. നല്ല ജീവിതത്തിലൂടെ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും തിരുസഭയ്ക്കും നല്ല മക്കളായി വളർന്നു വരുവാനും ഇവർക്കുണ്ടാകുന്ന മക്കളെ ദൈവേഷത്തിലും ദൈവവിചാരത്തിലും വളർത്തിക്കൊണ്ടുവരുവാനും ഈ കുഞ്ഞുങ്ങളെ അവിടെ തയ്യാറാക്കണമേ. നല്ല അമ്മേ, ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇത്രയും ദയുള്ള മാതാവേ, തിരുസംഗീതത്തിലോടി വന്ന് സഹായം തേടി എന്റെ മാതൃസംഖ്യ അച്ഛരിൽ ഒരുവരെങ്കിലും ലോകം കഴിക്കപ്പെടലേ. കന്യകളുടെ രാജ്ഞിയെ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ കേൾക്കുന്നു. അവതരിച്ചാവനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടള്ളണമേ. ആമേൻ. മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു കല്യാണ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ.
യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കല്ലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കല്ലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരികർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലെ കാനായിൽ നടന്ന ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാനിനക്കാരാധന, ആത്മജരേകിടും ആരാധന. നീറും നേരം നിന്നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നീറും നേരം നിന്നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാഥാ നിൻ കയ്യിലെ ശാശ്വതാനന്ദം നിർലോഭമൊഴുക്കവേ ധന്യർ ഞങ്ങൾ. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ
ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകി തൃക്കൈകളാൽ. സർവ്വ
ശരീരമായ സഭയുടെ സ്വച്ഛതായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ സ്വച്ഛതാണ്.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജനങ്ങളുടെ കയ്യിൽ വചനത്താൽ കണ്ണുകളാക്കി. ഇത് അവളെ കറയോ ചൊവ്വോ മറ്റു കുറുകളോ ഇല്ലാത്ത മൗതപൂർണ്ണയെ തനിക്ക് പ്രതിഷ്ഠിക്കുന്നതിനും അവർക്ക് അലങ്കരിക്കുകയും പരിശുദ്ധിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നപോലെ അവനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടെയും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇന്നത്തെ ദിവസത്തിന്റെ ശ്രദ്ധാന്യതകളായിരിക്കുന്ന പ്രിയപ്പെട്ട ജോബി, പ്രിയപ്പെട്ട ഗിരിയ, വിവാഹമെന്ന വിശുദ്ധമായ ഉദാശയിലൂടെ ദൈവത്താൽ സ്ഥാപിതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ആശംസകളും അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒന്നു ചേർന്ന് ഇവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നസ്രത്തിലെ തിരുക്കുടുംബം പോലെയുള്ള കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ
കുടുംബജീവിതത്തിന്റെ പവിത്രതയെ കാത്തുസൂക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവത്തിന്റെ കൃപാകടാക്ഷം മുഴുവൻ ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ ജോബിലൊരു മകനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹോദരനായിരുന്നെങ്കിൽ ഇന്ന് മുതൽ ജോബിന് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി കൂടുകയാണ്. ജോബിനൊരു മരുമകനായിട്ട് മാറുകയാണ്. അതിനപ്പുറം ഒരു ഭർത്താവായിട്ട് മാറുകയാണ്. ഡിമിയായും അതുപോലെ തന്നെ ഇന്ന് ഒരു മകളായിരുന്നെങ്കിൽ, ഒരു സഹോദരിയായിരുന്നെങ്കിൽ ഇന്നു മുതൽ ഒരു ഭാര്യയായി, ഒരു മരുമകളായി കൂടി മാറുകയാണ്. ഈ ചില തലക്കെട്ടുകൾ, ചില ടൈറ്റിലുകൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഒരു ഭർത്താവിന് യോജിച്ച വിധത്തിൽ, ഒരു ഭാര്യയ്ക്ക് യോജിച്ച വിധത്തിൽ, മകൾക്കും മരുമകൾക്കും മരുമകനും യോജിച്ച വിധത്തിലുള്ള പ്രവൃത്തികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത്. ഇന്ന് രണ്ട് കുടുംബങ്ങളൊക്കെയായി സന്തോഷിക്കുന്നു. സെക്രട്ടറി കുടുംബം, പുതുവരി കുടുംബം. അതുപോലെ രണ്ട് ദേശങ്ങൾ, തങ്കമണി ദേശവും അതുപോലെ തന്നെ മഞ്ഞപ്പെട്ട് രണ്ട് ഇടവകൾ, രണ്ട് പ്രദേശങ്ങൾ സന്തോഷിക്കുന്നു. ദൈവത്തോടുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവം ഇഷ്ടപ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായെന്ന് സംശയിക്കുക. ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയപ്രദമായി അങ്ങയുടെ ശാന്തി സമാധാനങ്ങളിൽ നടക്കുകയും അങ്ങയുടെ ദാസന്റെ വാഗ്ദാനം ശരീരമായി നേടുവാനും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. പ്രിയ സഹോദരേ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയോടെ ബന്ധിരാകാൻ പോകുന്നു. ഈ കൂദാശയായ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങനെ അനന്തമായി വാഴ്ത്തുന്നു. പാടിവർത്താനന്മാരാകുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പാവനം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഡിമിയായി വിളിക്കപ്പെടുന്ന ജോയിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഡിമിയായി വിളിക്കപ്പെടുന്ന ജോയിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോബിൽ എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ നമ്മുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ആഗ്രഹം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തെ സഹായിക്കുന്നതിനോടുകൂടിയായിരിക്കട്ടെ. സ്നേഹത്തോടും സ്നേഹത്തോടും കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുപരമ്പരയിൽ സജീവമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ ഒരുവരുമായി ഒപ്പിക്കുന്ന ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ അഭേദമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലൂടെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷത്തോടും
Thank you.
ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. പുതിയ ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രണ്ട് വ്യക്തികളെയും തമ്പുരാന്റെ മുന്നിൽ കൂടി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി സത്യസന്ധതയോടുകൂടി വിധേയത്വത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ജ്ഞാനങ്ങളും മുമ്പിൽ വേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമാപനാശീർവാദത്തിനായി നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നായകനായ മാർഗസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യവും പൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമേ, വിവാഹമെന്ന വിശുദ്ധമായ ഉദാസിയാൽ നിർമ്മലമായ സ്നേഹത്തിലും സ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടും നമ്മെ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗന്ദര്യം പാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. കുരിശടയാളം വഴിയായി തീരത്തെ ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാംസലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ
வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா உன்னை நான் நினைத்தாலே மழை தூவதே உனையின்றி வாழ்வில்லை வானமே இசை கூட இசையில்லை வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா பேசாது கண்கள் பேசும் வார்த்தை காதும் கேட்காது மௌன பார்வை பேசும் ஓசை பேசாது கண்கள் பேசும் வார்த்தை காதும் கேட்காது காலை மாலை தெரியாமல் எங்கும் நெஞ்சை புரியாமல் யாமம் தேடும் நில போலவே உன்னை தேடி வாழ்கின்றேன் உன் மனம் எனக்கென்று எதிர்பார்க்கிறேன் வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா உன்னை நான் நினைத்தாலே மழை தூவதே உனையின்றி வாழ்வில்லை வானமே இசை கூட இசையில்லை வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேச രാമഴയിൽ ഇതൾ നനയും പനിമലരേ നിൻ ഓർമ്മകളാ മൈയെഴുതും നഗരമിതിൽ കാണാമറയത്തു നിന്നും ഏതോ മയൂരങ്ങളാടി ആരോരുമറിയാതെ നിൻ പൊൻപിറാവുകൾ നിലവിലായി ഇണത്തിരയുകയോ എൻ രാമഴയിൽ ഇതൾ നനയും പനിമലരേ നിൻ ഓർമ്മകളാ മൈയെഴുതും നഗരമിതിൽ One word. വേനൽ മഴക്കൂടിനാഴങ്ങളിൽ വിരിയും കിനാപ്പക്ഷി മൂളുന്നു അനുരാഗിയാമെന്റെ ഉള്ളിൽ ഈറൻ മുടിച്ചാർത്തുലൻ
നിറഞ്ഞൊരാകാശമൗനങ്ങളാ താഴ്വാരമറിയുന്ന രതിയിൽ സിന്ദൂരമലിയുന്ന നേരം അനുയാത്ര പോലെ ഏകാകിയായി നിഴൽ മറയിൽ അകമഴയിൽ ഞാനും രാമഴയിൽ ഇതൾ നനയും പനിമലരേ നിന്നോർമകളാ മൈയെഴുതും മകരമിതിൽ ചന്ദനപ്പൂമരത്തണലിലിരിക്കണ ചെമ്പക നിറമുള്ള പൂമകളെ അന്തിമാനത്തിൻ്റെ കൽപ്പകത്തോപ്പിലെ അന്തിമാനത്തിൻ്റെ കൽപ്പകത്തോപ്പിലെ പൂമ്പിറ പോലൊരു പൊൻകതിരേ പൂമ്പിറ പോലൊരു പൊൻകതിരേ മാതളപ്പൂവനം മലരിട്ട രാത്രിയിൽ മന്മഥ മലർ തേടി വന്നവനെ പൂച്ചെണ്ടു പോലുള്ള കൽവിലെ കൂട്ടിലെ പൂച്ചെണ്ടു പോലുള്ള കൽവിലെ കൂട്ടിലെ പൂമ്പൊടി ചാലിച്ചു തന്നവനെ പൂമ്പൊടി ചാലിച്ചു തന്നവനെ താരകമല്ലികൾ പൂവിട്ട വാനിലെ മാണിക്യ കൊട്ടാരം ഞാനൊരുക്കാം താരകമല്ലികൾ പൂവിട്ട വാനിലെ മാണിക്യ കൊട്ടാരം ഞാനൊരുക്കാം കരളു തുന്നി തന്ന കസവുറുമാലിലെ കരള് തുന്നി തന്ന കസവുറുമാലിലെ കനവുമണിഞ്ഞു പോരുകില്ലേ കനവുമണിഞ്ഞു പോരുകില്ലേ പോരുകില്ലേ ചന്ദനപ്പൂമരത്തണലിലിരിക്കണ ചെമ്പക നിറമുള്ള പൂമകളെ മാനത്തെ പൊയ്കയിൽ താമരത്തോണിയിൽ രാജകുമാരനായി നീ വരുമ്പോൾ വാനത്തെ പൊയ്കയിൽ താമരത്തോണിയിൽ രാജകുമാരിയായി നീ വരുമ്പോൾ തങ്കക്കിനാവിന്റെ പൊൻമുകിൽ കാട്ടിലെ പൂമ്പിറ പോലൊരു പൊൻകതിരേ